എല്ലാം ബെറ്ററാണ്, പറയാനൊന്നും വാക്കുകളില്ല, അതാ സത്യം. എങ്ങനെയുണ്ട് ബാക്കി ക്യാരക്ടേഴ്സ്, അവരുടെ ഒരു ആക്ടിങ്ങും കാര്യം? ആക്ടിങ് അടിപൊളിയാണ്. പൃഥ്വിരാജ് എങ്ങനെയുണ്ടായിരുന്നു? പൃഥ്വിരാജ് പൊളിയല്ലേ? അല്ല കുഴപ്പമില്ല. ഞാൻ വായിച്ചില്ല. നല്ല സിനിമ. ഞാൻ മുന്നേ വായിച്ചിട്ടുണ്ട്. സിനിമയായിട്ട് കണ്ടപ്പോൾ എന്ത് തോന്നി? നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല 3 മണിക്കൂറോളം ഉണ്ടല്ലോ, ഒരു ലാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തായിരുന്നു? അങ്ങനെയൊന്നും തോന്നിയില്ല, ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? നല്ല പെർഫോമൻസാണ്, ടച്ചിങ് പെർഫോമൻസ്. പൃഥ്വിരാജിൻ്റെ ഒരു രക്ഷയില്ല, നല്ല പെർഫോമൻസ്. നടന്നു പോകുന്ന അതെ. എക്സ്പെക്ട് ചെയ്തായിരുന്നു അങ്ങനെ ഒരു സീൻ? ഇല്ല, ഞാൻ പൃഥ്വിരാജിൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. പുള്ളിയുടെ ഒരു കരിയർ ബെസ്റ്റ് മൂവി തന്നെയായിരുന്നു. അതെ, കരിയർ ബെസ്റ്റ്. അടിപൊളിയായിരുന്നു, കയറി തൊട്ട് നല്ല ഇമോഷണൽ ആയിരുന്നു. അറിയായിരുന്നു ഇതിൻ്റെ ഒരു കഥയും സ്റ്റോറിയൊക്കെ? സ്റ്റോറി ഞങ്ങൾ പണ്ട് പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷേ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലാണല്ലോ. 3 മണിക്കൂറോളം സിനിമ ഉണ്ടല്ലോ, അപ്പോൾ ലാഗോ എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തത്? ഒന്നുമില്ല, നോക്കി ഇങ്ങനെ ഇരുന്ന സമയം തൊട്ടേ ഭയങ്കര ഫീലായിരുന്നു. എസ്പെഷ്യലി പൃഥ്വിയേട്ടൻ്റെയും എല്ലാവരുടെയും അടിപൊളിയായിരുന്നു. ബെസ്റ്റ് പടം തന്നെയായിരിക്കും ആണ്. വേറെ ആര് പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്? എസ്പെഷ്യലി എന്ത് തോന്നിയായിരുന്നു? എസ്പെഷ്യലി ഇങ്ങനെയും ഒരു റിയൽ സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ എന്ന് തോന്നി. താങ്ക് യു. നല്ലായിരുന്നു. ബുക്സൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു? നോവലിനെ കുറിച്ച് അറിയാം? അല്ല, ഞാൻ ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല ഞാൻ, പക്ഷേ നോവൽ ഇങ്ങനെ ഇറങ്ങി. സിനിമയായിട്ട് കണ്ടപ്പോൾ എന്ത് തോന്നി? ഭയങ്കരമായിട്ട് നമുക്ക് ഒരാളുടെ ലൈഫിൽ നടന്ന കാര്യം ഫിലിമിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ മനസ്സിലാവും. 3 മണിക്കൂറത്തോളം സിനിമ ലാഗ് എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു? ഇല്ല, ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? അടിപൊളിയാണ്, എല്ലാവരുടെയും എല്ലാ ക്രൂവും എല്ലാ സെക്ഷനും അടിപൊളിയാണ്. എല്ലാം. ആ ഒരു സീനില്ലേ പൃഥ്വിരാജ് നടന്നു പോകുന്നത്, ഞെട്ടിച്ചായിരുന്നു തിയേറ്ററിൽ? പെട്ടെന്നൊരു ഷോക്കിംഗ് ആയിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ടച്ചിങ്, ഭയങ്കര ഫീലിംഗ് ആണ്. ഏതൊരു മനുഷ്യനും കാണുന്ന ഒന്ന് വിഷമിക്കും. വിഷമിപ്പിച്ചായിരുന്നു സിനിമ? വല്ലാത്ത ഫീലാണ്. യഥാർത്ഥ ഒരു റിയൽ സ്റ്റോറി. വണ്ടർഫുൾ മൂവി. അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇത് കേട്ടറിഞ്ഞ ഈ ഫിലിം എങ്ങനെയാണെന്ന് കേട്ടറിഞ്ഞ് വളരെ താല്പര്യത്തിൽ വന്നാണ്. ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു ഫിലിം. വണ്ടർഫുൾ, വളരെ 3 മണിക്കൂറുള്ള സിനിമയാണല്ലോ, ലാഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയായിരുന്നു? ഇല്ല, ഒരിക്കലും തോന്നില്ല. ആ തുടക്കം മുതൽ ഒടുക്കം വരെ അതേ രീതിയിൽ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഫിലിം. അതുകൊണ്ട് ഒട്ടും തന്നെ ലാഗിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. വളരെ ആ ഒരു സിസ്റ്റമാറ്റിക്കാണ് ആ ഒരു ഫിലിം പോകേണ്ട രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അത്രയ്ക്ക് പെർഫോമൻസ് വാസ് വണ്ടർഫുൾ പെർഫോമൻസ് ഫ്രം പൃഥ്വിരാജ്, എസ്പെഷ്യലി ഹിം. അത് ഇന്ന് ഐ ഡോണ്ട് നോ ഹിസ് നെയിം ഓൺ ആഫ്രിക്ക man and other person Hakim he was so okay. Thank you. Last we were waiting for him to escape. That was feeling ആ ഒരു ഫീലിംഗ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. എങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ രക്ഷപ്പെടും, അതുകൊണ്ട് അതിന് ഓരോ സെക്കൻഡും ഇങ്ങനെ അതിനു വേണ്ടി കാത്തുകൊണ്ടിരുന്നു. പിന്നെ ആ ഒരു തുടക്കം മുതൽ ഫിലിം തുടക്കം മുതൽ ഒടുക്കം വരെ അതേ രീതിയിൽ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ദെർ വാസ് നോ ലോഗിങ് അറ്റ് ഓൾ. വളരെ വളരെ സന്തോഷം. അത്രയ്ക്കൊരു ഫീൽ ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ജീവിതത്തിൻ്റെ, കാരണം എൻ്റെ മകളുണ്ട്, ഞങ്ങൾ ഇതൊക്കെയാണ് ജീവിതത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി പോകണം. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അബൌട്ട് ലൈഫ്. ഓക്കെ സാർ, താങ്ക് യു. നല്ല മൂവിയായിരുന്നു. ബുക്സ് നോവലൊക്കെ വായിച്ചിട്ടുള്ളതാണോ അതോ അറിയാമായിരുന്നു ഇതിനെക്കുറിച്ച്? ഇല്ല, കൊള്ളായിരുന്നു. അപ്പോൾ എങ്ങനെ സിനിമയായിട്ട് കണ്ടപ്പോൾ എങ്ങനെയാണ്? നല്ല രസമുണ്ട്. ലാസ്റ്റ് സീൻ എങ്ങനെ ഉണ്ടായിരുന്നു? എത്തിച്ചായിരുന്നു സീന്? അതെ, ഊരിയിട്ട് അങ്ങോട്ട് നടക്കുന്നത്. അതെ ശരിയാണ്. നല്ല സിനിമ. ഇല്ല, നോവലും ബുക്സൊക്കെ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു? കഥ ഇല്ല എനിക്ക് വായിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം അടിപൊളി സിനിമ. 3 മണിക്കൂർ ഉണ്ടായിരുന്നില്ല മൂവി. അപ്പോൾ ലാഗ് എന്തെങ്കിലും? ഒരു ലാഗുമില്ല, അടിപൊളി. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി